പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 2020 ആണ്ടിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 2020 ആണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ ദൈവകൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും വർഷമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. 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 ഇനി എല്ലാവരും ദൈവം എഴുന്നേറ്റ് നിൽക്കുക. നാം പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ജീവനും ആത്മാവുമായി രൂപാന്തരപ്പെടും. ദൈവരാജ്യത്തിൻ്റെ ശക്തിയായി മാറും, സൗഖ്യമായി മാറും, ഡെലിവറൻസായി മാറും, അഭിഷേകമായി മാറും, ജീവനായി മാറും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. ഉറകെട്ടുപോയ എന്നെ വീണ്ടും തീപിടിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. കെട്ടുപോയ എന്നെ വീണ്ടും കനലാക്കി മാറ്റണമേ പരിശുദ്ധാത്മാവേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാ ദൈവമക്കൾ, കുട്ടികളും മുതിർന്നവരെല്ലാവരും ഒരുമിച്ച് കൈകൾ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. ഉറകെട്ടുപോയ ഉപ്പായ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂതിയാക്കും എന്റെ കുറവുകളെല്ലാം നിറവാക്കും. കനലുകളൂതിയാക്കും എന്റെ കുറവുകളെല്ലാം നിറവാക്കും. ആത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ
പടരണമേ. നിറയണമേ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എന്നിൽ കത്തി പടരണമേ. നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, 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 നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ദയവ് ചെയ്തിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, അവനോട് കൂടെ ആയിരിക്കുക. യേശു ക്രിസ്തുവിനോട് കൂടെ നിലനിൽക്കുന്ന ഒരു ജീവിതം നയിക്കാൻ ദൈവവചനം ദൈവമക്കളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. യേശു ക്രിസ്തു വലിയൊരു ദൈവരാജ്യ രഹസ്യം പഠിപ്പിക്കുകയാണ്. യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. നിങ്ങളൊരു മരം സങ്കല്പിക്കുക. ഒരു മരം, യഹൂദ നാട്ടിൽ അത് മുന്തിരിച്ചെടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ടൊരു ചെടി, ഒരു മരം. അപ്പോൾ മുന്തിരിച്ചെടി. അപ്പോൾ യേശു ആ ഒരു ചെടിയാണ് ഉപമയ്ക്കായി എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു മരം സങ്കല്പിക്കുക. യേശു പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്. എന്നിട്ട് പറയാണ്, യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്ന, മാമോദീസയിലൂടെ തിരുസഭാ ഗാത്രത്തിലേക്ക് ഐക്യപ്പെടുന്ന ഓരോ മകനും ഓരോ മകളും യേശു ക്രിസ്തുവാകുന്ന ഈ തായ്തടിയിലെ ശാഖകളാണ് എന്ന് പറഞ്ഞ വിശ്വാസികൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ശാഖകൾ. ഈ ശാഖകൾ എന്നും ഈ തായ്തടിയിൽ ഉറച്ചു നിൽക്കും എന്ന് ചിന്തിക്കരുത്. നമുക്കൊരു പക്ഷേ ആഗ്രഹം ഉണ്ടായിരിക്കാം, എന്നും മരിക്കുന്നത് വരെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉറച്ചു നിൽക്കണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കും, ഞാൻ യേശു ക്രിസ്തുവിനോട് നിൽക്കും, ഞാൻ യേശു ക്രിസ്തുവിനോട് മരിക്കും. അങ്ങനെയൊക്കെ ചിലർക്ക് ചിന്തയുണ്ടായിരിക്കാം. പക്ഷേ അത് സാധിക്കുകയില്ല എന്ന് ഈ വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. കാരണം പിതാവായ ദൈവം ഈ ശാഖകളെ വന്ന് പരിശോധിക്കും. നല്ല ഒരു കൃഷിക്കാരനാണ് സ്വർഗസ്ഥനായ പിതാവ്. നല്ലൊരു കൃഷിക്കാരനാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ സ്വർഗസ്ഥനായ പിതാവ് ഓരോ ദിവസവും വന്ന് ഈ മരത്തിൻ്റെ ഓരോ ശാഖകളെ നോക്കും. ഓരോ ശാഖ, നമ്മൾ ഓരോരുത്തരും ഓരോ ശാഖകൾ. ഇപ്പം ഞാനൊരു ശാഖയാണെങ്കിൽ ഈ ശാഖേനെ വന്ന് സ്വർഗസ്ഥനായി വന്ന് കുലുക്കി നോക്കും, ഈ ശാഖയിൽ വല്ല ഫലമുണ്ടോ. ഓരോ ശാഖകളെയും സ്വർഗസ്ഥനായ പിതാവ് അനുദിനം വന്ന് പരിശോധിക്കും. എന്തിനു വേണ്ടിയാണ് പരിശോധിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, ഫലമുണ്ടോ ഈ ശാഖയിൽ എന്നാണ് നോക്കുന്നത്. മുന്തിരിച്ചെടീനെ മൊത്തമായിട്ടല്ല നോക്കുന്നത്, ഓരോ ശാഖയെയും സ്വർഗസ്ഥനായ പിതാവ് നോക്കും. ഈ ശാഖയിൽ ഫലമുണ്ടോ, ഈ ശാഖയിൽ ഫലമുണ്ടോ, ഈ ശാഖയിൽ ഫലമുണ്ടോ. സ്വർഗസ്ഥനായ പിതാവ് നല്ല കൃഷിക്കാരൻ മുന്തിരിച്ചെടിയുടെ ശാഖകൾ പരിശോധിക്കും. എന്നിട്ട് യേശു പഠിപ്പിക്കുകയാണ്, എൻ്റെ ശാഖകളിൽ ഫലം പുറപ്പെടുവിക്കാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ആരാ നീക്കിക്കളയുന്നത്? സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ പിതാവ്, കരുണയുള്ള പിതാവ്.
ആരിൽ നിന്നാണ് നീക്കിക്കളയണത്? യേശു ക്രിസ്തുവിൽ നിന്ന് മുറിച്ചു മാറ്റും. യേശു ക്രിസ്തുവിനോടുകൂടെ ഒട്ടിച്ച് ചേർക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രക്രിയയുണ്ട് യേശു ക്രിസ്തുവിൽ നിന്ന് മുറിച്ചു മാറ്റുക. അത് ഞാനോ വേറെ ആരെങ്കിലുമാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിലെ വിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ നിഷേധികളോ അല്ലെങ്കിൽ ദുഷ്ടന്മാരാണ് ചെയ്യണമെന്ന് ചിന്തിക്കരുത്. സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ പിതാവ് അത് ചെയ്യും. അതാരാ പഠിപ്പിച്ചിരിക്കുന്നത്? മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലില്ലാത്ത പിതാവിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. ജോൺ ചാപ്റ്റർ 15 വേഴ്സസ് 1 and 2. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി ഇവിടുന്ന് വെട്ടിയൊരുക്കും. ഫലം തരാത്തതിനെ നീക്കിക്കളയുന്നു. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. അതുകൊണ്ട് എന്നും യേശു ക്രിസ്തുവിനോട് നിൽക്കാൻ എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പിതാവായ ദൈവം ഒന്ന് വെട്ടിക്കളയും. മുറിച്ച ശാഖ വല്ല പുറത്തെറിയപ്പെടുകയും അത് തീയിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്യും. ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, അവനോട് കൂടെ ആയിരിക്കുക. യേശു ക്രിസ്തുവിനോട് എന്ന് നിൽക്കാൻ യേശുവേ യേശുവേ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ട് നടന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ, നിങ്ങൾ ഒരുപാട് പേരുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ പണ്ട് അങ്ങനെ തോന്നിയിരുന്നു, എങ്ങനെയാണ് ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത്? എനിക്ക് സാധിക്കുമോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ ആരോഗ്യമുള്ളവരായിരിക്കില്ല, ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ളവരായിരിക്കില്ല, പലതരത്തിലുള്ള വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും, വിദ്യാർത്ഥികൾ യുവതിവാക്കന്മാരും ആരോഗ്യമുള്ളവരും, എല്ലാ തരത്തിലുള്ള ആളുകളെയും ഇന്ന് കർത്താവ് ഈ വചനം കേൾക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ പലരുടെയും മനസ്സിൽ ചിന്തിക്കുന്നതാണ്, എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഫലം? എങ്ങനെയാണ് ഈ ഫലം പുറപ്പെടുവിക്കുന്നത്? ഞാനൊരു ബലഹീനനായ മനുഷ്യൻ, ഞാനൊരു സ്ത്രീ, അല്ലെങ്കിൽ ഞാനൊരു യുവാവ്, ഞാനൊരു കുട്ടി, എനിക്ക് എങ്ങനെ ഈ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും? ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു സാധാരണ ഒരു സ്ത്രീ, ഒരു നാട്ടിൻപുറത്തെ സ്ത്രീ, ആ മകൾ ഒരു നാൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ അട്ടപ്പാടിയിൽ ദൈവവചനം കേൾക്കാൻ ഇടവന്നു. ആ മകൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ വെറുതെ ഇരുന്നില്ല. ആ മകൾക്ക് വലിയ തിയോളജി പഠനങ്ങളോ വലിയ തരത്തിലുള്ള ദൈവശാസ്ത്ര കോഴ്സുകളൊന്നും കിട്ടിയിട്ടില്ല. യേശുവിൻ്റെ ഒരു അനുഭവം കിട്ടി. യേശുവിൻ്റെ ഒരു അനുഭവം കിട്ടി. യേശുവിൻ്റെ ഒരു അനുഭവം കിട്ടി. പണ്ട് ആ സമരിയാക്കാരി സ്ത്രീക്ക് ലഭിച്ചതുപോലെ അവൾ ഉടനെ സ്വന്തം ദേശത്തേക്ക് പോയി. എങ്ങനെ ആ ദേശത്ത് അവൾ പ്രവർത്തിച്ചു നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ പുല്ലുവഴി പള്ളി ഇടവകയിൽ നിന്ന് പെരുമ്പാവൂര്. ഞാനൊരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ഹിന്ദു സ്ത്രീ പാട്ടും ഒരു ഭക്തിഗാനവും പാടിക്കൊണ്ടിട്ട് എൻ്റെ അടുത്തോടെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു പാട്ടും പാടി ഒരാള് കൃഷി സ്ഥലത്ത് കൂടെ ചേട്ടൻ്റെ അടുത്ത് എത്തിന്നിട്ട്, അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു ഏത് പള്ളിയിലാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദു സ്ത്രീയാണ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോട്ടയ്ക്ക് പോയിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് അട്ടപ്പാടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പോകാം. അപ്പോൾ പറഞ്ഞ അന്ന് തന്നെ പോത്താനിക്കാട് എന്ന് വരുന്ന ഒരു വണ്ടി ഉണ്ട്. അത് വണ്ടിയുടെ ആ ചേട്ടൻ്റെ പേരൊക്കെ എഴുതി തന്നു. ആ ചേട്ടനെ വിളിച്ചു സംസാരിച്ചു. എനിക്ക് പോരണമെന്ന് താല്പര്യമുണ്ട് ഉണ്ടായി. അപ്പോൾ ഞാൻ പോകുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് വരണത്. എന്തോ ആദ്യമായിട്ട് വരണത്. അതെ, അല്ലേ? ആദ്യമായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ അട്ടപ്പാടി പോകാത്തൊരു ചേട്ടനെ ഈ അട്ടപ്പാടിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ 5 വയസ്സിൽ തുടങ്ങിയ ബീഡി വലിയാണ്. അത് ചെറുപ്പത്തിലേ അപ്പൊ അതെല്ലാം കടന്ന് പെറുക്കി വലിച്ചു അല്ലേ? അപ്പൻ ബീഡി കൊണ്ടേ വെക്കും. അതിൽ നിന്ന് ഓരോന്ന് എടുത്തെടുത്ത് വലിച്ച് 5 വയസ്സിൽ തുടങ്ങിയതാണ്. എൻ്റെ ഈശോ. അപ്പോൾ 56 വയസ്സ് വരെ ഞാൻ ഈ ബീഡി വലിച്ചു. എനിക്കിപ്പോൾ 61 വയസ്സുണ്ട്. 56 വർഷം ഞാൻ ഈ ബീഡി വലിച്ചു. 56 വർഷം ബീഡി വലിച്ച ആളാണ്. 61 വയസ്സുണ്ട് ചേട്ടൻ. കൃത്യം പറയണത് ചേട്ടൻ നല്ല അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം.
ഓർമ്മയുണ്ട് ചേട്ടന് കേട്ടോ. അപ്പോൾ ബീഡി വെച്ച് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ തീരുമാനമെടുത്തു, ഇനി ഇവിടെ വന്നേച്ച് പോകുമ്പോൾ എനിക്ക് ബീഡി വലിക്കാൻ അനുവദിക്കില്ല എന്ന് ഈശോയോട് ഞാൻ അപേക്ഷിച്ചു. അന്ന് വന്നപ്പം അല്ലേ, അന്ന് വന്നപ്പോൾ ഈശോയോട് ഒറ്റ കാര്യം പറഞ്ഞത്, എൻ്റെ ഈശോയെ, ഞാൻ ഈ കൽക്കുരിശ് മലയിൽ വന്നിട്ട് പോവുകയാണ്, ഇനി മേലിൽ ബീഡി വലിക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ്. ഞാൻ വീട്ടിൽ ബീഡി വെച്ചിട്ടാ പോകുന്നത്, വീട്ടിൽ ബീഡി വെച്ചിട്ടാ പോകുന്നത്. ഇവിടെ വന്നത് ഇത് തിരിച്ച് നിന്നിട്ട് വലിക്കാനോ? തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ബീഡി എടുത്ത് അടുപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. ഇന്ന് വരെ ആ ബീഡി എനിക്ക് ഇന്ന് വരെ എൻ്റെ ദൈവമേ, ഇത് സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ പറയണത് അല്ലേ? സെബാസ്റ്റ്യൻ ചേട്ടനല്ലേ? ഇന്ന് വരെ തൊട്ടിട്ടില്ല. ബീഡി വലിക്കുന്നവരെ കാണുമ്പോൾ ഇപ്പം ദേഷ്യം എനിക്ക്. ബീഡിയുടെ പുക അടിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വിമിഷ്ടവും ഛർദ്ദിക്കാൻ പറ്റും, കുടലെല്ലാം കൂടെ ഇളകി വരണല്ലേ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കടയിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ബീഡി വലിച്ചോ എന്ന് സാത്താൻ എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. കടയിലെ ഈ ബീഡിയുടെ സ്ഥലത്ത് പോകുമ്പോഴേ അങ്ങനെ വലിയ പുണ്യാളൊന്നാകാൻ നിൽക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വലിച്ചോളന്ന് വലിച്ചോന്ന് പറഞ്ഞു. വെളുപ്പിനെ ഓരോന്ന് വലിക്കാൻ വേണ്ടി ഒരെണ്ണം മേടിച്ച് വെച്ചോളണ്ടൊക്കെ ഇങ്ങനെ ഉള്ളി. നീ പോടാ സാത്താനെ, ഞാൻ ഇനി വലിക്കല, നീ പോടാ സാത്താൻ. നല്ലൊരു ഡെലിവറൻസ് പറയുക കേട്ടോ. ഇനി ഞാൻ ഇത് കൈകൊണ്ട് തൊടൂല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കും, എന്ത് വലിക്ക് ഒരെണ്ണമൊക്കെ വലിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്ന് പിന്നെ വെളുപ്പിനെ കക്കുസി പറഞ്ഞ ഒരെണ്ണം വലിച്ചു, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഓരോന്ന് സാത്താൻ പറയുമ്പോഴല്ലോ എഴുന്നേറ്റ് നിന്ന്, നീ പോടാ സാത്താൻ, നീ ഇപ്പം എന്നെ വലിപ്പിക്കാൻ നടക്കണത്, ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടിയാലെന്ന് അവനോട് സംസാരിക്കും. അത് കേൾക്കുമ്പോൾ സാത്താൻ പേടിച്ച് വിട്ടുപോകും. നവംബർ മാസത്തിലാണ് ഞാനിപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ വരുന്നത്. ഇപ്പം 3 മാസത്തിൽ ഇന്നും കൂടെ ആയപ്പോൾ 3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു. 3 ആദ്യ വെള്ളിയാഴ്ചകളില്ലേ? അപ്പോൾ ഈ ആദ്യ വെള്ളിയാഴ്ച ഭയങ്കര സംഭവമുണ്ടത്. ഈ ആദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ആളുകൾ ഏതെങ്കിലും മൂലയിൽ നിന്നിട്ട്, ഈ ചേട്ടൻ എൻ്റെ ഈശോയെ ഞാൻ 5 വയസ്സ് തുടങ്ങിയതാണ്, ഇപ്പോൾ 56 വയസ്സിന് 61 വയസ്സുണ്ട്, 56 വർഷം വലിച്ച ആളാണ്. ഇനി എന്നെ വലിപ്പിക്കരുത് കർത്താവേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ്. അന്ന് വീട്ടിൽ ചെന്ന് ഉടനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതെടുത്ത് അടുപ്പിലിടാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടി ആർക്കാണെന്നറിയാവോ? ആ സ്ത്രീക്കാണ്. ആ സ്ത്രീയുടെ മുഴുവൻ പാപങ്ങളും സ്വർഗം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതെവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളാണ്. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും 5 വയസ്സോട് വീടിവലി തുടങ്ങുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ, അതിന് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് എന്നാണ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്, തൻ്റെ നിരവധിയായ, തൻ്റെ മുഴുവൻ പാപങ്ങളും മായ്ച്ച് വാഷ് ചെയ്ത് കംപ്ലീറ്റ് മായ്ച്ച് കളഞ്ഞു, പിന്നെ ഒന്നുമില്ല. ഇന്ന് നിങ്ങളിതുപോലെ തീരുമാനം എടുത്തോ, ഇന്ന് ദൈവം നിങ്ങളെ ബ്ലെസ് അനുഗ്രഹിക്കും. ആ ഹിന്ദു സ്ത്രീ വാസ്തവം പറഞ്ഞാൽ സ്വർഗത്തിൽ വളരെ വലിയ സമ്പത്ത് നേടിയ ദിവസമാണ് അന്ന്. ആ സ്ത്രീക്ക് ആകെ എന്താ ബുദ്ധിമുട്ട് വന്നത്? ഇവിടെ ചെന്നൊന്ന് പറയണം, പോരാൻ വേണ്ടിയുള്ള ഫോൺ നമ്പറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കി പ്രവർത്തിച്ചത് മുഴുവൻ പരിശുദ്ധാത്മാവാണ്. ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥനയ്ക്ക് തുറവിയുണ്ടാക്കിയതും പ്രാർത്ഥിച്ചതും അപ്പോൾ സൗഖ്യം കൊടുത്തതും പിന്നെ ഈ വീടിയെല്ലാം അടുപ്പിലിട്ട് കത്തിക്കാൻ തോന്നിച്ചതും ഇതെല്ലാം പിന്നെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്. നമ്മുടെ ഡ്യൂട്ടി ഒരാളോട് ചെന്ന് പറയുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി പ്രവർത്തിക്കുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ്. പക്ഷെ നമുക്ക് ഗുണം കിട്ടുന്നത് മുഴുവൻ നമുക്ക്. നമ്മുടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്, നിരവധിയായ പാപങ്ങൾ സ്വർഗത്തിൽ നിന്ന് കഴുകപ്പെടുന്ന സമയമാണത്. വരുന്ന സമയത്ത് പ്രാർത്ഥനയൊന്നും പരിചയപ്പെടാൻ നിർബന്ധമില്ല. ഈ ചേട്ടൻ വന്നന്ന് പ്രാർത്ഥനയൊന്നും പരിചയമില്ലാതല്ലേ വന്നത്? ഇവിടെ വന്ന് പുറകെ വന്നിരിക്കില്ല, ഏറ്റവും പുറകില്ലായിരുന്നോ? ഏറ്റവും പുറകിൽ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക ചെയ്തത്. അത് കാരണം അറിയാൻ പാടില്ല ഇവരെന്താന്നുള്ളത്. എന്തായാലും പ്രാർത്ഥനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പുകവലി ഒന്ന് നിർത്തി തരണേ കർത്താവ്, ഇനി പുകവലിക്ക് അനുവദിക്കരുത്, ഇത്ര പറഞ്ഞപ്പോൾ അത് ഈശോ അങ്ങോട്ട് അനുഗ്രഹമാക്കി കൊടുത്തു. സന്തോഷമാണോ? സന്തോഷമാണോ? എൻ്റെ ഈശോ, എനിക്ക് സെബാസ്റ്റ്യനെ ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ സെബാസ്റ്റ്യൻ ചേട്ടനാണ് വലിയ അനുഗ്രഹം കിട്ടിയെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഹീലിങ്ങും ഡെലിവറൻസ് എല്ലാം കിട്ടിയ സെബാസ്റ്റ്യൻ ചേട്ടനാണ്. പക്ഷേ
വളരെ വലിയ ദൈവാനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ്. സെബാസ്റ്റ്യൻ ചേട്ടനോട് ചെന്ന് വചനം കേൾക്കണം, പ്രാർത്ഥിക്കാൻ പോകണം, ഇങ്ങനെ മുമ്പോട്ട് പോകരുത്, പ്രാർത്ഥിക്കാൻ പോകണം, വചനം കേൾക്കാൻ നല്ലതാണ്, ഇങ്ങനെ പോയാൽ വചനം കേൾക്കാം, ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത ആ സ്ത്രീ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്ത്രീക്ക് വേണമെങ്കിൽ ധ്യാനം കൂടി തിരിച്ച് എന്ന് ചുമ്മാതിരിക്കാം. ഇന്ന് ദൈവവചനം കേട്ട് വീടുകളിലേക്ക് പോകുന്ന അനേകം പേര് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ വെറുതെ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശിഷ്യന്മാരായി മാറണം. നാം അവനെ വിട്ടുപോകാതെ അവനോട് കൂടെ നിൽക്കണം. ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. യേശു ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖയായി ഒട്ടിച്ചേർക്കപ്പെടുമ്പോൾ പിന്നെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. സ്വർഗസ്വനായ പിതാവ് എപ്പോഴും നോക്കുന്ന കാര്യമാണ്. വചനം കേട്ടു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, കൃപാവരങ്ങൾ സ്വീകരിച്ചു, കൂദാശകൾ സ്വീകരിച്ചു, ധ്യാനം കൂടി, എന്നിട്ട് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? 10 പേരോട് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ? 10 പേരെ ദൈവവചനം കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ടോ? 10 പേരുടെ ആത്മാവിനെ നിരീക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? മറ്റുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ എന്ന് സ്വർഗസ്ഥനായ പിതാവ് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫാത്തിമ ദർശനത്തിൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് 3 കുട്ടികൾക്ക് ഫാത്തിമയിൽ നരകത്തിൻ്റെ ദർശനം കാണിച്ചു. തീ നരകത്തിൻ്റെ ദർശനം. നരകത്തെക്കുറിച്ച് പറയാൻ പാടില്ല, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും പേടിക്കും എന്നൊക്കെ നമ്മൾ ചിലർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവ് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാവപ്പെട്ട 3 കുട്ടികൾക്ക്, അത് 3 കുട്ടികളാണ്, ആ 3 കുട്ടികൾക്ക് സാക്ഷാൽ തീ നരകത്തിൽ എന്ന് പറഞ്ഞാൽ നിത്യാഗ്നിയുടെ ദർശനം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ നിത്യാഗ്നിയുടെ ദർശനത്തിൽ അനേകം ആത്മാക്കൾ അനുനിമിഷം നിത്യാഗ്നിക്ക് നിബന്ധിക്കുന്ന ഒരു ദർശനം, ഫാത്തിമ ദർശനം. അപ്പോൾ പരിശുദ്ധ മാതാവ് ചോദിച്ചു, ഈ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് നിബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ കുട്ടികളോട് പരിശുദ്ധ മാതാവ് പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മകനോ മകളോ പാപത്തിലോ അശുദ്ധിയിലോ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിർബന്ധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളോട് പറയും, പോകണം, ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോവുക, ആ ചേട്ടനോട് പറയുക, ആ കുടുംബത്തിലേക്ക് ചെല്ലുക, ആ യുവാവിൻ്റെ അടുത്ത്, ആ യുവതിയുടെ അടുത്ത്, ആ കുഞ്ഞിൻ്റെ അടുത്ത്, ആ വിദ്യാർത്ഥി, ആ സ്കൂളിൽ, ആ കോളേജിൽ, ആ ആശുപത്രിയിൽ, ആ മാർക്കറ്റിൽ പോവുക, അവരോട് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനോ എങ്ങനെയെങ്കിലും കുറേ ലോകത്തിന് നേട്ടമുണ്ടാക്കാനോ എന്തെങ്കിലും അതിനെതിരെ വേണ്ടിയാണ് ഈ പാവപ്പെട്ട മനുഷ്യർ ഓടുന്നത് എന്ന് നിങ്ങൾ വെറുതെ ബ്രാൻഡ് ചെയ്യരുത്. എന്തെങ്കിലും കിട്ടപ്പോരുണ്ടായിരിക്കും, എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കും, എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കരുത്. ഇവരിങ്ങനെ ഓടുന്നതിൻ്റെ പുറകിൽ ഇവർ ധ്യാനം കൂടി അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവാകുന്ന തായ്തടയോട് ഒട്ടിച്ചേർക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്, 1-ാമത്തെ ലക്ഷണമാണ് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ ജീവിത രീതികൾ. മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക, മറ്റുള്ള ആത്മാക്കളോട് ഇത് പറയാൻ പോവുക, മറ്റുള്ളവരോടും കൂടെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുക. നമ്മളിങ്ങനെ പോയാൽ നമ്മുടെ ആത്മാവ് നശിക്കും, നമ്മളിങ്ങനെ പോയാൽ നമ്മുടെ ആത്മാവിന് നിത്യത നഷ്ടപ്പെടും. നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം വചനം കേൾക്കണം, നാം പാപക്കറകൾ കഴുകിക്കളയണം, നാം നമ്മുടെ ഹൃദയത്തിൽ മാനസാന്തരൻ്റെ വഴിയിലേക്ക് തിരിയണം, യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കണം. ഇത് അടുത്തുള്ള ആളോട് പറയാൻ പോകണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ നിങ്ങളോട് ഒരു ദൈവരാജ്യ രഹസ്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. വചനം കേട്ട് ദൈവകൃപകൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ട് തായ്തടിയാകുന്ന യേശുക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിൽ ശാഖകളായി മാറി എന്നതുകൊണ്ട് മാത്രം ദീർഘകാലം യേശുക്രിസ്തുവിൽ നിലനിൽക്കുകയില്ല.
ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോയി നമ്മുടെ ദേശത്ത്, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മളെ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ദേ ഇന്ന ആളോട് കർത്താവിനെ കുറിച്ച് പറയണം, ഇന്ന ആളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം, ഇന്ന ആൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം, ഇന്ന ആൾക്ക് വേണ്ടി കുരിശിന് വഴി നടത്തണം, ഇന്ന ആൾക്ക് വേണ്ടി ഉപവസിക്കണം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ഞാനും നിങ്ങളും ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഫാത്തിമയിലെ ആ ദർശനം കിട്ടിയ കുട്ടികൾ പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ അവരെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു. ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടായി. വലിയ കണ്ണുനീരിൻ്റെ അവസ്ഥകളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ അവർ ചെയ്തെന്താണെന്നറിയോ? അവർ പറഞ്ഞു, ഇത് പാപികളുടെ മാനസാന്തരത്തിനോട് കാഴ്ചവെക്കുന്നു. അവർ ഓരോ വേദനയും, ഓരോ തണുപ്പും, ഓരോ ബുദ്ധിമുട്ടും, ഓരോ പ്രതികൂലവും അവർ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. ക്രൂശിതനായ യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുത്തെ പീഡാസഹനങ്ങൾ ചേർത്ത് നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും. ലൂർദിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1854 ഞാൻ വിചാരിക്കുന്നത്. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ മാതാവ് ബർണദീത്ത എന്ന 14 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ മുട്ടുകുത്തി നിലം പറ്റെ ഭൂമി ചുംബിക്കുക, എന്നിട്ട് ഈ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആ ഒരു എളിമയുടെ പ്രവൃത്തി കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയും. പരിശുദ്ധ മാതാവ് ലൂർദിൽ കൂടെ സന്ദേശം ഇത്രയേ ഉള്ളൂ: പെനൻസ്, പരിഹാരം. പാപികളുടെ മാനസാന്തരത്തിൽ പരിഹാരം അർപ്പിക്കുക, പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. വെറുതെ ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത ജീവിതങ്ങളായി മാറാതെ ദൈവവചനം കേട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് മറ്റുള്ള ആത്മാക്കളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് അവരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് ഈ സമയം അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം നമുക്കെല്ലാവർക്കും 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി, ഓ ദൈവമേ, ഉന്നതത്തിൽ നിന്നുള്ള ആത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എൻ്റെ നിഷ്ക്രിയാവസ്ഥ മാറ്റി തരണമേ, എൻ്റെ അലസത പൂണ്ട ജീവിതം മാറ്റി തരണമേ, ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ജീവിതമാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ കത്തിപ്പടരണ വരുത്തണമേ. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. രോഗികൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ബാലികാ ബാലന്മാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, യുവതിവാക്കന്മാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എത്ര ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കണമേ. ഈ ജീവിതം തന്നതിനായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ,